കാരുണ്യവാനായ ദൈവമേ, ഈ പ്രഭാതം കാണാൻ അങ്ങെന്നെ അനുവദിച്ചതിനും കഴിഞ്ഞ രാത്രിയിൽ അങ്ങയുടെ പൊൻകരങ്ങളിൽ എന്നെ സംരക്ഷിച്ചതിനും ഞാൻ നന്ദി പറയുന്നു. ഈ ദിവസം എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. യേശുവേ, ഞങ്ങളെ അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുകയും ചെയ്യണമേ. ഇന്നേ ദിനം ലോകമാസകലം അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ചേർത്തുകൊണ്ട് എൻ്റെ എല്ലാ പ്രാർത്ഥനകളും പ്രവൃത്തികളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിജയങ്ങളും പരാജയങ്ങളും ഓരോ കാൽവയ്പും ഓരോ ചലനം പോലും എൻ്റെയും ലോകമൊക്കെയുടെയും പാപപരിഹാരത്തിനായി സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. നിന്നെ മാത്രം ധ്യാനിച്ചു മനസ്സു തളർന്നിടട്ടെ. നിന്റെ വിചാര ഭാരമേറ്റെൻ്റെ ബുദ്ധി തളർന്നിടട്ടെ. ബുദ്ധി തളർന്നിടട്ടെ. നാഥ നിനക്കാ പാടി നാവു തളർന്നിടട്ടെ. നിനക്കായേറെ നടന്നെൻ്റെ പാദം തളർന്നിടട്ടെ. പാദം തളർന്നിടട്ടെ. ഓ ഈശോയെ, ഈ സമയം ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. മാതാപിതാക്കളെ, ജീവിത പങ്കാളിയെ, കുഞ്ഞുങ്ങളെ, കൂടപ്പിറപ്പുകളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ വലിയ സംരക്ഷണം അവർക്കൊക്കെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഉൽപ്പത്തിയുടെ പുസ്തകം 28:17 തിരുവചനം. തീർച്ചയായും കർത്താവ് ഈ സ്ഥലത്തുണ്ട്. ഇത് ദൈവത്തിൻ്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല. സ്വർഗത്തിൻ്റെ കവാടമാണിവിടം. ഓ കർത്താവേ, ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളെ നോക്കി ഈ വചനം പറയുവാൻ തക്ക വിധത്തിൽ ഞങ്ങളുടെ ഭവനങ്ങളെയൊക്കെ അങ്ങെടുത്ത് ഉയർത്തണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ ഈ ഭവനത്തെയും ഇതിൽ വസിക്കുന്ന ഞങ്ങളെയും പഠനത്തിനും ജോലിക്കുമായി വിദൂരങ്ങളിൽ കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ സംരക്ഷണത്തിന് ഇതാ ഒരിക്കൽ കൂടി ഭരമേൽപ്പിക്കുന്നു. ആപത്തനർത്ഥങ്ങൾ, ആക്രമണങ്ങൾ, രോഗപീഠകൾ, പാപക്കെണികൾ തുടങ്ങി എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളിൽ ആരും സത്യവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാനോ അബദ്ധസഞ്ചാരങ്ങളിൽ പെടാനോ ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹബന്ധത്തിലൂടെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കടന്നുപോയവരും ഞങ്ങളുടെ ഈ കുടുംബത്തിലേക്ക് കടന്നു വന്നവരെയും ഈ സമയം അങ്ങയുടെ മുൻപിൽ സമർപ്പിച്ച് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി അവരുടെ കുടുംബജീവിതങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടാനായിട്ട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഭവനം ഏതെങ്കിലും തരത്തിലുള്ള പാപം മൂലം മലിനമാകാനിട വന്നിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ചു പ്രാർത്ഥിക്കുന്നു. ഈശോ, അങ്ങയുടെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണമേ. ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കുമെന്ന വാഗ്ദാനമനുസരിച്ച് ഞങ്ങളുടെ ഭവനത്തിന് സംരക്ഷണം നൽകണമേ. ഈ ഭവനത്തെ വിശുദ്ധിയുടെ വിളനിലവും എല്ലാവർക്കും ഒരനുഗ്രഹവുമാക്കി തീർക്കണമേ എന്ന് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാമേ, വിശുദ്ധ പിതാവേ, സകല വിശുദ്ധരെ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ പ്രഭാതത്തിൽ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. പ്രിയമുള്ളവരെ, ഈ സമയം നമുക്ക് നമ്മുടെ കാവൽ മാലാഖയോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ദൈവം ഒരു കാവൽ മാലാഖയെ നൽകിയിട്ടുണ്ട്, നമ്മുടെ സഹായത്തിനായി, നമ്മുടെ രക്ഷയ്ക്കായി. എല്ലാ ദിവസവും ഈ കാവൽ മാലാഖയോട് പ്രത്യേകമായിട്ട് മാധ്യസ്ഥ യാചിച്ചു പ്രാർത്ഥിക്കണം. പുറപ്പാടിൻ്റെ പുസ്തകം 23:20 വചനം ഇങ്ങനെയാ: ഇതാ ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കുന്നു. അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും. നമുക്കൊന്നിച്ച് നമ്മുടെ കാവൽ മാലാഖയോട് പ്രാർത്ഥിക്കാം. എന്നെ കാക്കുന്ന കർത്താവിൻ്റെ മാലാഖയെ,
ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിച്ചിരിക്കുന്ന എന്നെ ഈ ദിവസം പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ. പാപക്കെണിയിൽ നിന്നും എല്ലാ അപകട വഴികളിൽ നിന്നും എന്നെ കാത്ത് ജീവിതാന്ത്യത്തിൽ സ്വർഗത്തിലെത്താൻ സഹായിക്കണമേ. ആമേൻ. ഈ പ്രഭാതത്തിൽ നമ്മുടെ പേരിന് കാരണഭൂതനായ വിശുദ്ധനോട് വിശുദ്ധിയോട് നമുക്ക് പ്രത്യേകമായിട്ട് മാധ്യസ്ഥ യാചിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ പേരിന് കാരണമായ വിശുദ്ധനെ വിശുദ്ധയെ, ഇന്നത്തെ എൻ്റെ ജീവിതം എല്ലാവിധത്തിലും അനുഗ്രഹപൂർണമാകുവാൻ എനിക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ. അങ്ങയുടെ സഹായത്താൽ എൻ്റെ അനുദിന ജീവിതം സുഹൃത സമ്പന്നമാകുവാനും അവസാനം സ്വർഗത്തിൽ അങ്ങയോടൊത്ത് ദൈവത്തെ അനവരതം പാടി സ്തുതിക്കുവാനും ഇടയാക്കണമേ. ആമേൻ.